വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തുവിന്റെ മരണത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസ്. ജീവനറ്റ പ്രിയപ്പെട്ടവനെ കണ്ട് വിങ്ങിപ്പൊട്ടി ഉറ്റവരും കൂട്ടുകാരും. മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. അപകടം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിദ്യാർത്ഥിയുടെ മരണത്തെ ചൊല്ലി ഇടത് വലത് രാഷ്ട്രീയ പോര്. ഗൂഢാലോചനാവാദവുമായി LDF. കർഷക പ്രശ്നമല്ല, അപകടമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് MV ഗോവിന്ദൻ. പ്രതിഷേധിച്ചവരെ അധിക്ഷേപിച്ച വനം മന്ത്രി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ്. യഥാർത്ഥ പ്രതി സർക്കാർ. UDF സമരം നടത്തിയതുകൊണ്ടാണ് പ്രതികളെ പിടിച്ചതെന്ന് ആര്യാടൻ ഷൌക്കത്ത്. മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണത്തിൽ പോലീസിനെതിരെ നടൻ കൃഷ്ണകുമാർ. കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ പോസ് കേസ് കൊടുത്തവരുടെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നു. അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല. ചീറ്റിംഗ് കേസാണ്, റിമാൻഡിലാവേണ്ട കാര്യമാണ്. കൗണ്ടർ കേസ് അന്വേഷിക്കാനാണ് താൽപര്യമെന്ന ആക്ഷേപം. ജീവനക്കാരികളുടെ പരാതിയിൽ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി FIR. ഇത് സമ്മതിക്കില്ല, ഇത് അനുവദിക്കില്ല എന്നൊക്കെ നിലപാടെടുത്താൽ അത് ദേശീയവാദിയുടെ കാലന്റെ പണിയാണ്. ആ കാലം പണി എടുക്കുന്ന ആരെയും ജനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല. പ്രതിപക്ഷത്തിനെതിരെ കാലൻ പ്രയോഗം വിടാതെ മന്ത്രി മുഹമ്മദ് റിയാസ്. മലപ്പുറം ജില്ലയ്ക്കെതിരെ നിലപാടെടുത്തവരാണ് കോൺഗ്രസുകാർ. രാജ്ഭവനെ സംഘപരിവാർ ആശയപ്രചാരണ വേദിയാക്കാൻ അനുവദിക്കില്ലെന്നും റിയാസ്. പ്രതികരണം ന്യൂസ് 18നോട്. നേമത്തെ 9 വയസ്സുകാരിയുടെ മരണം അമ്മ വഴക്കു പറഞ്ഞതിൽ മനംനൊന്തുള്ള ആത്മഹത്യ തന്നെയെന്ന നിഗമനത്തിൽ പോലീസ്. ഫാനിൽ തൂങ്ങിയതിൽ അസ്വാഭാവികതയില്ല. പൂർണ്ണമായും ദുരൂഹത നീങ്ങണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം. വാർത്തയിലേക്ക് വിശദമായി. രാഷ്ട്രീയ വിവാദമായി ജീവനെടുത്ത കെണി. മലപ്പുറം വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് 15-കാരൻ അനന്തു മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കാട്ടുപന്നി ഇറച്ചിക്ക് വേണ്ടി കെണിവെച്ച വഴിക്കടവ് സ്വദേശി വിനേഷാണ് അറസ്റ്റിലായത്. വിഷയം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്കൂളിലും വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വൈകാരിക രംഗങ്ങൾക്കാണ് സാക്ഷിയായത്. നാടിന്റെ തീരാനോവാവുകയാണ് 10ാം ക്ലാസ്സുകാരനായ അനന്തു. ഫുട്ബോൾ കളിച്ച് മടങ്ങിവരുന്നതിനിടെ ഇന്നലെ വൈകിട്ടാണ് അനന്തുവിന്റെ ദാരുണാന്ത്യം. കാട്ടുപന്നിയെ പിടിക്കാനായി വൈദ്യുതി പോസ്റ്റിൽ നിന്ന് അനധികൃതമായി വലിച്ച കമ്പിയിൽ കാൽ തട്ടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ 4 പേരിൽ ഷാനു, യദു എന്നിവർക്കും ഷോക്കേറ്റു. ഇവർ ചികിത്സയിലാണ്. അനന്തുവിന്റെ വയറ്റിൽ 3ഇടങ്ങളിലായി പൊള്ളലേറ്റ മുറിവുണ്ട്. സംഭവത്തിൽ മുഖ്യപ്രതി വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രദേശത്ത് കാട്ടുപന്നിയെ പിടികൂടി മാംസവ്യാപാരം സജീവമാണെന്ന് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പന്നിയെ പിടികൂടി മാംസവ്യാപാരം നടത്താനാണ് കെണിവെച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. പ്രദേശത്തെ നായാട്ട് സംഘങ്ങളിൽ പ്രധാനിയാണ് വിനേഷെന്ന് നാട്ടുകാർ പറയുന്നു. പന്നി പിടിക്കാനായിട്ട് നടക്കണ രാത്രി ഇങ്ങനെ നടക്കണ ഒരു പാർട്ടി ആൾക്കാരുണ്ടാവും ഇവിടെ. അല്ലാതെ ഒരു കൃഷിനെ സംബന്ധിച്ച് എടുക്കണമല്ല. കൃഷിനെ ആശ്രയിച്ച് നിൽക്കണില്ല. ഒരു പന്നി വിറ്റ് കാശുണ്ടാക്കാനായിട്ടില്ല നടക്കുന്ന ആൾക്കാരാണ്. തോട് സ്ഥിരം നടക്കണ അങ്ങോട്ട് കൊണ്ട് റൂട്ടുണ്ടാവുമല്ലോ, അതിലെ വഴി. അതിന് ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി. സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP C അലവിക്കാണ് അന്വേഷണ ചുമതല. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം CKHSS മണിമൂളിയിലും പിന്നീട് വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപാഠികളും നാട്ടുകാരും നിറകണ്ണുകളോടെ സാക്ഷിയായി. ന്യൂസ് 18 നിലമ്പൂർ. അനന്തുവിന്റെ മരണത്തിൽ രാഷ്ട്രീയ വിവാദം. മരണത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച സർക്കാരിനെതിരെ UDF രംഗത്തെത്തി. വനം മന്ത്രിയുടെ രാജി ആവശ്യം അടക്കമുയർത്തി പ്രതിപക്ഷം നടത്തുന്ന നീക്കത്തിന് പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം ചർച്ചയാക്കിയാണ് ഇടതുമുന്നണി മറുപടി നൽകുന്നത്. വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച വാർത്ത അറിയും മുമ്പേ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം.
പെരുന്നാൾ ദിന രാത്രിയിൽ UDF നടത്തിയ നീക്കത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് വനം മന്ത്രിയും ഇടതു നേതാക്കളും ആരോപിക്കുന്നത്. നാട്ടുകാരറിയും മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നല്ലോ. അതെങ്ങനെ പ്രകടനം നടന്നത്? അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയമാണ്. ഗവൺമെന്റ് ഇവിടെ ഒരു ക്യാമ്പയിൻ എന്നത് അവർക്ക് ഏറ്റവും പ്രധാനം. അവർക്കൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. ഇതേവരെ തണുത്തു ഉറഞ്ഞു പോയ പ്രചരണത്തെ ഒന്ന് കൊഴുപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ ഇങ്ങനെയൊരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ. പക്ഷേ UDF തിരിച്ചടിച്ചു. വിദ്യാർത്ഥിയുടെ ദാരുണ മരണത്തിൽ രാഷ്ട്രീയം കാണുന്നത് സർക്കാരാണ്. ഇതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വൃത്തികെട്ട, ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് MP ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. ഇപ്പോൾ പാലക്കാട് നീലപ്പെട്ടിയായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പോൾ പന്നിക്കണിയായിട്ടാണ് വന്നിരിക്കുന്നത്. സർക്കാരിനെതിരെ മാത്രമല്ല, ഇടതു നേതാക്കളെ വഴിതടഞ്ഞും UDF പ്രതിഷേധിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ സർക്കാരിനാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്നാണ് UDF വാദം. മലയോര മേഖലയിൽ പൊതുവെ വനംവകുപ്പിനെതിരെ നിലനിൽക്കുന്ന വികാരം ആളിക്കത്തിക്കുകയാണ് UDF. സമാധാനപരമായിട്ട് സമരം നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഗൂഢോദ്ദേശം. എന്നാൽ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഗോവിന്ദ മാഷ് ഉറച്ചു നിൽക്കുന്നുമില്ല. അതുകൊണ്ട് ഉരുണ്ടുകളിക്കുകയത് വ്യക്തമാക്കട്ടെ. ഗോവിന്ദ മാഷോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഈ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് പറയാൻ മാത്രം മന്ത്രിക്ക് എന്ത് തെളിവ് കിട്ടി? എന്തടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞു? ആരന്വേഷിച്ചു? എന്തടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞു? ലെറ്റ് ഹിം പ്രൂവ് ഇറ്റ്. ഐ ചലഞ്ച് ഹിം. എന്താ അവസരം മുതലാക്കിയതാണോ അതല്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ മന്ത്രി ചോദിക്കുക. പ്രതി പോലും കുറ്റം സമ്മതിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. എനിക്ക് കിട്ടുന്ന വരും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു മന്ത്രി ഈ രൂപത്തിലൊക്കെ പറയുന്നത് നിങ്ങൾ ആലോചിക്കുക. വിദ്യാർത്ഥിയുടെ മരണം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന തിരിച്ചറിവിലാണ് CPM. സ്ഥാനാർത്ഥിയും ഇടതു നേതാക്കളും അടക്കം വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി. അനധികൃത വൈദ്യുതി കണിയൊരുക്കിയ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധമടക്കം CPM ചോദ്യം ചെയ്യുന്നു. പ്രതിയെ കിട്ടിയ ഒരാൾ കോൺഗ്രസ്സാണ്. ഇവിടുത്തെ വാർഡ് വൈസ് പ്രസിഡന്റാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവായ ഷൗക്കത്തുമായി നല്ല ബന്ധമുള്ള ഒരാളുമാണ്. അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിന്റെ അകത്ത് ദുരൂഹതയുണ്ട്. വാർഡ് മെമ്പർ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേതാക്കന്മാരുമായിട്ട് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമുണ്ട്. PV അൻവറും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആക്ഷേപം തള്ളിക്കളയുന്നില്ല. പക്ഷേ CPM വാദം അതേപടി ഏറ്റെടുക്കുന്നില്ല. കേരളം ഒരു തുറന്നിട്ട മൃഗശാലയാകും. അതിന് പ്രോത്സാഹനം നൽകുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അതിന് പ്രോത്സാഹനം നൽകുന്ന മന്ത്രിയാണ്. ഇപ്പൊ മന്ത്രി പറഞ്ഞ ജനങ്ങളൊക്കെ കേട്ടല്ലോ. ഈ പ്രകടനപരത കൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കില്ല. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന നിലമ്പൂരിൽ വിദ്യാർത്ഥിയുടെ ദാരുണ മരണം പ്രധാന വിഷയമായേക്കും. രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണമടക്കം നിലമ്പൂർ രാഷ്ട്രീയത്തിൽ തുടർ ചർച്ചകൾക്കിടയാകുമെന്ന് ഉറപ്പ്. ന്യൂസ് 18 നിലമ്പൂർ. അനന്തുവിന്റെ പൊതുദർശനം തുടരുകയാണ്. സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ നടക്കും. CB അനുമോദ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, അനന്തു പഠിച്ച സ്കൂളിലും അതിനുശേഷം വീട്ടിലും നമ്മൾ കണ്ടു വളരെ വൈകാരികമായ രംഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്നലെ വരെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ ഈ വിയോഗം ഉൾക്കൊള്ളാനാകാതെ നിൽക്കുന്നതാണ് കണ്ടത് നമ്മൾ. ഇപ്പോൾ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ നിന്നുമുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? LDFന്റെയും UDFന്റെയും ഒക്കെ ഉന്നത നേതാക്കളും പ്രവർത്തകരും എല്ലാം അവിടേക്ക് ഇതിനോടൊപ്പം തന്നെ ഒഴുകിയെത്തി വന്ന് അനന്തുവിനെ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി. നാടൊന്നാകെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. 11:15 അനന്തുവിന്റെ മൃതദേഹം സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ അനന്തുവിന്റെ സഹപാഠികളും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഇവിടെ നിറഞ്ഞിരുന്നു. തുടർന്ന് പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. അനന്തുവിന്റെ അടുത്ത ബന്ധുക്കളിൽ കുറച്ചു പേർ കൂടി വരാനുണ്ട്. അവർക്ക് വേണ്ടി പൊതുദർശനം നീട്ടുകയാണ്. ഏതാണ്ട് ഒരു 2 മണിക്ക് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ ഈ വീടിന് കുറച്ചപ്പുറത്തുള്ള ഇവരുടെ പാരമ്പര്യ ശ്മശാനമുണ്ട്. അവിടെയാണ് അനന്തുവിന്റെ അവസാന ചടങ്ങുകളൊക്കെ നടക്കുക. എന്നാണെങ്കിലും ഏറെ ദുഃഖസാന്ദ്രമാണ് അനന്തുവിന്റെ ഈ വീടും പരിസരവും ഒക്കെ. അനന്തുവിന്റെ സുഹൃത്തുക്കളും സഹപാഠികളും അതുപോലെ ഈ ദുരന്തം കേട്ടറിഞ്ഞെത്തുന്ന നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. രാവിലെ മുതൽ 3 മണിക്ക് മുമ്പായി സംസ്കാര ചടങ്ങ് നടക്കുമെന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം.
രേണുക. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാരികമായ രംഗങ്ങളാണ് സ്കൂളിലും അതിനുശേഷവും വീട്ടിലും നമ്മൾ കാണുന്നത്. സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം നടക്കും. 3 മണിക്ക് മുൻപ് സംസ്കാരം നടക്കും. വീട്ടുവളപ്പിൽ നടക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. പന്നിവേട്ട നടത്തുന്ന സംഘം വെച്ച കെണിയാണ് 15-കാരന്റെ ജീവനെടുത്തത്. വൈദ്യുതി മോഷണത്തിന്റെ തെളിവ് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. പ്രദേശത്ത് വൈദ്യുതി ഉപയോഗിച്ചുള്ള മൃഗവേട്ട വ്യാപകമാണ്. 15-കാരനായ അനന്തു എന്ന ജിത്തുവിന്റെ ജീവനെടുത്ത വൈദ്യുതി കെണി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് തികച്ചും നിയമവിരുദ്ധമായി പന്നിയെ പിടികൂടാൻ വേണ്ടി അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെ പിടികൂടാൻ വേണ്ടി ചിലർ സ്ഥാപിച്ചതാണെന്ന് വളരെ വ്യക്തമാവുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ലൈന് കടന്നു പോകുന്നത് കാണാം. കേബിൾ വഴിയാണ് നേരെ പ്രധാനപ്പെട്ട ലൈൻ കടന്നു പോകുന്നത്. പക്ഷെ അവിടെ നിന്നും ഈ ഇടത്തോട്ട് കടന്നു പോകുന്ന ലൈനിൽ നമുക്കിവിടെ കാണാം ഒരു മുളയുടെ വടി കെട്ടിയിട്ടുണ്ട്. ഈ മുളയുടെ വടിയിൽ മുകളിൽ ഒരു കമ്പി വെച്ച് അതിൽ കൊളുത്തിയിട്ടിരിക്കുകയാണ്. ഈ ലൈൻ കമ്പിയിൽ മുളവടി വെച്ച് ഈ ഒരു ഇലക്ട്രിക് കമ്പിയിൽ മറ്റൊരു കമ്പി കൊളുത്തിയിട്ട് അതുവഴി വൈദ്യുതി ചോർത്തി അല്ലെങ്കിൽ അതുവഴി വൈദ്യുതി മോഷ്ടിച്ച് ഈ ഒരു തോട്ടിന്റെ കരയിലൂടെ മറ്റ് മൃഗങ്ങളെ പിടിക്കുവാനും അല്ലെങ്കിൽ നായാട്ടിനും എന്ന തരത്തിൽ തന്നെ വൈദ്യുതി കടത്തിവിടുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടുന്ന് ഈ ലൈൻ കമ്പി ഇത് മുകളിൽ നിന്ന് വൈദ്യുതി ചോർത്തി വരുന്ന മോഷ്ടിച്ചു വരുന്ന കമ്പിയാണ്. ഈ കമ്പിയാണ് നേരെ ഈ പ്രദേശത്ത് ഈ കുട്ടികളുടെ അപകടത്തിന് ഇരയാക്കിയ മറ്റൊരു കമ്പിയിലേക്ക് വൈദ്യുതിയുമായിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ കൃത്യമായ വൈദ്യുതി മോഷണം, വൈദ്യുതി മോഷ്ടിച്ച് വന്യജീവികളെ അല്ലെങ്കിൽ പന്നികളെ അടക്കമുള്ള ചെറിയ ജീവികളെ പിടികൂടാൻ സ്ഥാപിച്ച ഒരു കെണിയിലാണ് ഈ കുട്ടിയുടെ ജീവൻ എടുത്തതെന്ന് പറയാൻ നമ്മളിപ്പോൾ ഈ തോടാണ്. ഈ തോടിന്റെ താഴെ വശത്താണ് ഈ അപകടം സംഭവിച്ചത്. നായാട്ട് സംഘത്തിന്റെ ഈ പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ഒരു സംഘത്തിന്റെ പ്രവർത്തനമായിട്ട് തന്നെ വേണം കാണുവാൻ. ഈ തോട്ടിലുടനീളം ഒരു വശത്ത് ഈ വൈദ്യുതി കെണി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ അബദ്ധത്തിൽ ആ കമ്പിയിൽ ചവിട്ടുകയായിരുന്നു എന്ന് വേണം കരുതാൻ. നമുക്ക് താഴേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടേക്ക് ഈ ലൈൻ എത്തിയിട്ടുണ്ട്. അതായത് മുകളിൽ 100 മീറ്റർ മുകളിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് ആ വൈദ്യുതി വഴി കടത്തിവിട്ട കമ്പിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇവിടെയാണ് ആ കുട്ടികൾ അപകടത്തിൽ അവരുടെ ചെരുപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ തോടിന് കുറുകെ ഈ ലൈന് വന്ന് കടന്നു പോകുമ്പോൾ തോട് കടക്കാൻ ശ്രമിച്ച കുട്ടികൾക്ക് ആ കമ്പിയിൽ ചവിട്ടി അപകടമുണ്ടാവുകയും അതിൽ ഒരാൾ വെള്ളത്തിൽ ഷോക്കേറ്റ് വീഴുകയും മറ്റ് 5 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അടുത്തുള്ള വീട്ടിൽ പോയി വിവരമറിയിച്ച് പ്രദേശവാസിയെ കൊണ്ടുവന്ന് ആ കുട്ടിയെ ഇവരെ ആ കാണുന്ന വടിയുണ്ടല്ലോ, ആ വടി ഉപയോഗിച്ചാണ് ഇവരെ ഈ ലൈൻ കമ്പിയിൽ നിന്ന് തട്ടി നീക്കിയതും തുടർന്ന് മെയിൻ ഓഫ് ചെയ്ത് ഇവരെ രക്ഷിച്ചത്. വന്യജീവികളെ പിടിക്കുവാൻ, കാട്ടുമൃഗങ്ങളെ പിടിക്കുവാൻ കൃത്യമായി നായാട്ട് സംഘം സ്ഥാപിച്ച വൈദ്യുതി മോഷ്ടിച്ചുണ്ടാക്കിയ ഒരു കെണി തന്നെയാണ് ഇവിടെ ഈ കുട്ടിയുടെ ജീവനെടുത്തിരിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. CV അനുമോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. എന്തായാലും അനന്തുവിന്റെ മരണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി വഴിവെക്കുകയാണ്. അത് ബോധപൂർവം ഗൂഢാലോചന നടത്തി ചെയ്ത കാര്യമാണ് എന്ന തരത്തിൽ ഉള്ള ആരോപണം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നതിലാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യം UDF ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മന്ത്രിയുടെ രാജി ആവശ്യവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ വിഷയം കൂടുതൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇടുക്കി വണ്ടൻമേട് മയിലാടുംപാറയ്ക്ക് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്കുവെടിവെച്ചു. പെരിയാർ ടൈഗർ റിസർവിലെ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടിവെച്ചത്. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിൽ ഇന്ന് രാവിലെയാണ് കടുവ വീണത്. മലപ്പുറം മമ്പാട് കാട്ടുപന്നിയുടെ ആക്രമണം, 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കുളിക്കൽ സ്വദേശികളായ കബീർ, യൂനസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയാണ് സംഭവമുണ്ടായത്. പരിക്കേറ്റ ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കബീറിന്റെ കാലിന് സാരമായി പരിക്കേറ്റു. ഇന്നലെ നടുവാക്കാടും കാട്ടുപന്നിയുടെ ആക്രമണം നടന്നിരുന്നു. മമ്പാട് സ്വദേശി അസൈനാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പത്തനംതിട്ടയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയെന്ന സംശയം. പത്തനംതിട്ട തണ്ണിത്തോട് മേക്കണ്ണത്ത് വളർത്തുനായയെ അജ്ഞാത മൃഗം ആക്രമിച്ചു കൊന്നു. പുലിയാണെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.
സിറ്റിയിലൂടെ ഞങ്ങൾ ഇറക്കി അങ്ങ് വിടും. ദേശീയപാതയുടെ കാര്യത്തിൽ കാലന്റെ പണിയാണ് UDF എടുക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ്. കാലന്റെ പണിയെടുക്കുന്നവരെ ജനങ്ങൾ അംഗീകരിക്കില്ല. ദേശീയപാത പൂർത്തീകരിച്ചാൽ LDFന് നേട്ടമാകുമെന്ന് UDF ഭയക്കുന്നു. ഇതിനെ എതിർത്താൽ ഉള്ള സീറ്റുകൾ കൂടി കോൺഗ്രസിന് നഷ്ടമാകും. ദേശീയപാത നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കുമെന്നും റിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. UDF 2011-16 കാലഘട്ടത്തിൽ ഗ്രൂപ്പ് കളിച്ച് തമ്മിലടിച്ച് ഇതൊന്നും നോക്കാതെ നിലപാട് സ്വീകരിച്ചതിന് പിഴയടക്കലായിരുന്നു ഇത്. ആ ഫണ്ട് അടച്ചു, ഭൂമി ഏറ്റെടുക്കൽ മുന്നോട്ട് പോയി, എന്തൊക്കെ സമരം നടത്തിയ പൊളിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സമരം. ഇപ്പോൾ ദേശീയപാത വരുന്നതിനിങ്ങനെ നിലവിളിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവരും ഒരുമിച്ചല്ലേ നിൽക്കണ്ടേ? എവിടെയെങ്കിലും നിർമ്മാണത്തിൽ അപാകത ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചത് പരിശോധിക്കാം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് അതിൽ പരിഹാരം കാണാൻ പറയാം. അതിന് പകരം ഇത് സമ്മതിക്കില്ല, ഇത് അനുവദിക്കില്ല എന്നൊക്കെ നിലപാടെടുത്താൽ അത് ദേശീയപാതയുടെ കാലൻ്റെ പണിയാണ്. ആ കാലം പണി എടുക്കുന്ന ആരെയും ജനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല. അതൊരു വസ്തുതയാണ്. രാജ്ഭവനെ സംഘപരിവാർ ആശയപ്രചാരണ വേദിയാക്കാൻ അനുവദിക്കില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വെറുതെ നാവിട്ടടിക്കുന്നവരല്ല തങ്ങൾ. കോൺഗ്രസിന് ഇവരോട് മൃദു സമീപനമാണ്. കൃഷിമന്ത്രി പറഞ്ഞത് LDF നിലപാടാണെന്നും റിയാസ് പറഞ്ഞു. രാജ്ഭവനെ സംഘപരിവാറിന്റെ ആശയപ്രചരണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനോട് സഹകരിക്കാൻ ഞങ്ങൾക്ക് ഒരു തരത്തിലും താല്പര്യമില്ല. ഒരു തരത്തിലും ഞങ്ങൾ അതിനോട് സന്ധ്യയില്ല. ഇതിപ്പോൾ മാത്രമല്ല, എപ്പോഴും ഞങ്ങൾ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ശക്തമായ നിലപാട് ഇത്തരം വിഷയങ്ങളിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ വെറുതെ നാവിട്ടടിക്കുന്നവരല്ല, നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്താ? ഇതിലൊക്കെ കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളൊരു നിലപാടുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നുണ്ടോ? കോൺഗ്രസ് ഇവരോടൊക്കെ തന്നെ മൃദു സമീപനമല്ലേ സ്വീകരിക്കുന്നത്? ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളതിൽ നിലപാട് സ്വീകരിക്കുന്നു. അത് ഇവിടെ വിവിധ വിഷയങ്ങൾ വന്നപ്പോൾ അത് കണ്ടതാണ്. ഇത്തരത്തിലുള്ള പ്രവണതകളുമായി BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ശക്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. ഇന്ത്യയിൽ ഏതൊരു BJP ഇതര സർക്കാരിനും മാതൃകയാക്കാവുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ പൗരത്വ നിയമ ഭേദഗതി നിയമം മുതൽക്ക് ഇതുവരെയുള്ള പോരാട്ടങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അവിടെയൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ മൗനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കേരളം വിട്ട് തെലങ്കാനയിലേക്ക് പോയത് മനസമാധാനത്തിനെന്ന കിറ്റെക്സ് MD സാബു M ജേക്കബിന്റെ പരാമർശത്തിന് മറുപടിയുമായി മന്ത്രി P രാജീവ്. മനസമാധാനം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം. രാഷ്ട്രീയ പാർട്ടി നേതാവായ വ്യവസായിയുടെ പ്രതികരണമാണ് കണ്ടത്. കേരളം വിടുമെന്ന് പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്നും കിറ്റെക്സ് ഇത്രയും വളർന്നത് കേരളത്തിൽ നിന്നതുകൊണ്ടാണെന്നും P രാജീവ് പറഞ്ഞു. കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഇപ്പാ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ? ചെറിയ അലൂമിനിയം കമ്പനി 6 പേരെ വെച്ചുണ്ടാക്കിയത് ഇന്ന് കേരളത്തിലുമല്ല പുറത്തും സ്ഥാപനം നടത്താനും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ? നിങ്ങൾ അവരുടെ നേതൃത്വ പ്രഖ്യാപനം ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞ് എത്ര സമയം കഴിഞ്ഞു? ഇവിടെ എത്ര ശതമാനം മലയാളി ജോലി ചെയ്യുന്നുണ്ട്? ചിലർ പറയുന്നത് അവർ ഇവിടുന്ന് പോയി എന്നാണ്. ഒരു കാര്യം വളരെ നന്നായി, ഇതുവരെ പോയിട്ടില്ല. ഇത് ഇവിടുത്തെ അന്തരീക്ഷം ഉപയോഗപ്പെടുത്തി വളരെ ചെറിയ നിലയിലും തുടങ്ങി ഇന്ന് വളർന്നു വലുതാകുന്നു എന്നതിന് ഞങ്ങൾക്ക് സന്തോഷം തന്നെ. തിരുവനന്തപുരം നേമത്തെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണം ആത്മഹത്യ തന്നെയെന്ന നിഗമനത്തിൽ പോലീസ്. മരണത്തിൽ അസ്വാഭാവികതയൊന്നും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്തതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ ദുരൂഹത നീങ്ങുമെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഹല്യയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ. സംഭവ ദിവസം രാവിലെ 9 വയസ്സുകാരിയായ അഹല്യയെ 1.5 വയസ്സുള്ള അനുജത്തിയെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം മാതാവ് വീട്ടുജോലികളിൽ ഏർപ്പെട്ടു. അതിനിടെ അനുജത്തി അബദ്ധത്തിൽ നിലത്ത് വീണു. അഹല്യയുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് നിലത്ത് വീണതെന്ന് പറഞ്ഞ് അമ്മ മൂത്ത മകളെ ശകാരിച്ചു. മാതാപിതാക്കൾക്ക് തന്നേക്കാൾ സ്നേഹം ഇളയ കുഞ്ഞിനോടാണെന്ന പരിഭവം നേരത്തെ മുതൽ അഹല്യ പങ്കുവച്ചിരുന്നു. കുഞ്ഞനുജത്തി വീണതിന്റെ പേരിൽ അമ്മ വഴക്ക് പറയുക കൂടി ചെയ്തതോടെ 9 വയസ്സുകാരി മനോവിഷമത്തിലായി. അതിനിടെ 1.5 വയസ്സുകാരിയെ വീണ്ടും അഹല്യയെ ഏൽപ്പിച്ച ശേഷം മാതാവ് മരുന്ന് വാങ്ങാനായി പുറത്തുപോയി. ഈ സമയത്ത് മുറിയുടെ വാതിലടച്ച് കിടക്കയിൽ പ്ലാസ്റ്റിക് കസേര വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ കയറി നിന്ന് തുണി കൊണ്ട് ഫാനിൽ ഒറ്റക്കുരുക്കുണ്ടാക്കിയതായാണ് കണ്ടെത്തൽ. 146 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്ന അഹല്യയ്ക്ക് കട്ടിലിന് മുകളിൽ പ്ലാസ്റ്റിക് കസേര ഉറപ്പിച്ച ശേഷം അതിന് മുകളിൽ കയറി നിന്ന് ഫാനിൽ കുരുക്കിടാൻ
145 സെന്റിമീറ്റർ ഉയരം മതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൃത്യം ചെയ്യുന്ന സമയത്ത് കിടപ്പുമുറിയുടെ മുൻവശത്തെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. കഴുത്തിൽ കുരുക്കുമുറുകി തന്നെയാണ് മരണം സംഭവിച്ചതെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക ദേഹപരിശോധനയിലെ വിലയിരുത്തൽ. മനോനില വീണ്ടെടുത്ത ശേഷം അഹല്യയുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സേലത്തെ വാഹനാപകടത്തിൽ മരിച്ച CP ചാക്കോയുടെ പൊതുദർശനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ തൃശൂർ മുണ്ടൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് തൃശൂർ മുണ്ടൂർ പരികർമല മാതാ പള്ളിയിൽ നടക്കും. അപകടത്തിൽ പരിക്കേറ്റ നടൻ ഷൈൻ ടോം ചാക്കോയും അമ്മയും തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അച്ഛന്റെ സംസ്കാരത്തിന് ശേഷം ഷൈന്റെ കൈയുടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കാനാണ് തീരുമാനം. 4 ആഴ്ചത്തെ വിശ്രമമാണ് ഷൈന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. നടൻ G. കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വഴിത്തിരിവ്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന വനിതകൾ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള മ്യൂസിയം പോലീസിന്റെ FIR വിശദാംശങ്ങൾ പുറത്തായത്. അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് നിഷ്പക്ഷമായ ഇടപെടലല്ല ഉണ്ടായതെന്ന ആരോപണവുമായി കൃഷ്ണകുമാർ വീണ്ടും രംഗത്തെത്തി. ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിൽ കവടിയാറിൽ പ്രവർത്തിക്കുന്ന ബൊട്ടിക്കിലെ 3 വനിതാ ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത്. 69 ലക്ഷത്തിലധികം രൂപയുടെ കൃത്രിമം 3 വനിതകൾ ചേർന്ന് നടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ ആവർത്തിക്കുന്നു. അതേസമയം തങ്ങളെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതാണ് വീഡിയോ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതികൾ. പണം നഷ്ടപ്പെട്ടയാൾക്ക് അതിന്റെ വേദന മനസ്സിലാകുമെന്നും അതുകൊണ്ടാണ് ഈ രീതിയിൽ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്തതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഈ വകുപ്പുകൾ ഇട്ടതോ എനിക്കെതിരെ ഇങ്ങനെ നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ ചാനലിൽ വന്നു, അതിനുശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയെന്നറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്കെതിരെയുള്ള FIRന്റെ ഡീറ്റെയിൽ എന്താണെന്ന്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ്? ഈ കുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇവർ സാധാരണ കുട്ടികളാണ്. ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്രയും വലുതാക്കിയത്. കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ പോസ് കേസ് കൊടുത്തവരുടെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു. അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല. ചീറ്റിംഗ് കേസാണ്, റിമാൻഡിലാവേണ്ട കാര്യമാണ്. ആരോപണ വിധേയരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ ഇടപാടുകളുടെ തെളിവുകൾ ലഭിക്കുമെന്നും കൃഷ്ണകുമാർ പറയുന്നു. അടുത്ത ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. തുടർന്നാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ പോലീസ് എടുത്ത കൌണ്ടർ കേസിന്റെ FIRലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചെന്നും FIRലുണ്ട്. താൻ ആദ്യം നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനേക്കാൾ തിടുക്കത്തിലാണ് ആരോപണ വിധേയരുടെ കൌണ്ടർ കേസിൽ മ്യൂസിയം പോലീസ് അന്വേഷണം നടത്തുന്നതെന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. ന്യൂസ് 18, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ SP പോലീസ് അസോസിയേഷൻ പോര് രൂക്ഷം. ഇതേ തുടർന്ന് പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ സ്ഥലം മാറ്റി. അഡീഷണൽ SP ഓഫീസിലെ 5 ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്കും സ്ഥലം മാറ്റിയിട്ടുണ്ട്. പോക്സോ കേസ് അട്ടിമറി, കോയിപ്രം കസ്റ്റഡി മർദ്ദനം എന്നിവ ചോർന്നതിലെ പ്രതികാരമെന്നാണ് ആക്ഷേപം. യുക്രൈനെതിരെ തിരിച്ചടി തുടർന്ന് റഷ്യ. ഖാർക്കിവിൽ റഷ്യൻ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർച്ചയായ 2ാം ദിവസമാണ് റഷ്യയുടെ ആക്രമണം. യുക്രൈനിലെ 2ാമത്തെ വലിയ നഗരമായ ഖാർക്കിവ് കേന്ദ്രീകരിച്ചായിരുന്നു 2ാം ദിവസം റഷ്യയുടെ തിരിച്ചടി. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തുന്നതെന്നും 40ഓളം സ്ഫോടനങ്ങളാണുണ്ടായതെന്നും ഖാർക്കിവ് മേയർ ഇഗോർ തെരക്കോവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കുട്ടികളുടെ കളിസ്ഥലവും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നും 18 കെട്ടിടങ്ങളും നിരവധി വീടുകളും തകർന്നതായും ഖാർക്കിവ് മേയർ ആരോപിച്ചു. റഷ്യ നടത്തുന്നത് ഭീകരാക്രമണമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കുറ്റപ്പെടുത്തി. ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. സമാധാന ചർച്ചകളോട് മുഖം തിരിച്ച് യുദ്ധം തുടരാനാണ് റഷ്യ ശ്രമിക്കുന്നത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. റഷ്യയിലെ വ്യോമത്താവളങ്ങളിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിലാണ് തുടർച്ചയായ 2ാം ദിവസവും യുക്രൈനിൽ റഷ്യ ആക്രമണം നടത്തിയത്.
ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ പ്രധാന യുദ്ധവിമാനങ്ങൾ യുക്രൈൻ തകർത്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആശയവിനിമയം നടത്തിയതിനു ശേഷമായിരുന്നു റഷ്യ തിരിച്ചടി തുടങ്ങിയത്. വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 80-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 40 മിസൈലുകളും 400ഓളം ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് യുക്രൈൻ കാരണം നൽകിയെന്നായിരുന്നു ഇതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. യുഎസിലെ ലോസ് ആഞ്ചലസിൽ കുടിയേറ്റക്കാരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ നാഷണൽ ഗാർഡിനെ അയച്ച് ട്രംപ് ഭരണകൂടം. ഇതിനുള്ള പ്രസിഡൻഷ്യൽ മെമ്മോറാണ്ടത്തിൽ ട്രംപ് ഒപ്പിട്ടു. 2000 നാഷണൽ ഗാർഡുകളെയാണ് ലോസ് ആഞ്ചലസിലേക്ക് വിന്യസിക്കുക. ഇന്നലെ കാലിഫോർണിയയിലെ പാരാമൌണ്ടിൽ സംഘടിപ്പിച്ച കുടിയേറ്റക്കാരുടെ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണീർവാതക പ്രയോഗവും മറ്റും നടത്തിയെങ്കിലും ഇവർ പിരിഞ്ഞുപോകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ട്രംപിന്റെ നടപടി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ ഇപ്പോൾ വീമ്പ് പറച്ചിലിലും വെല്ലുവിളിയിലുമാണ് കേന്ദ്രീകരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ. ചെനാബ് നദിയിൽ വെള്ളം കുറയുന്നുവെന്നും സൈനിക നടപടിയിൽ പരാജയപ്പെടുത്തിയതുപോലെ ജലയുദ്ധത്തിൽ തങ്ങൾ ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്നുമാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മറുപടിയാണ് ഇന്ത്യ നൽകിയത്. സൈനിക നടപടിയിലൂടെയും നയതന്ത്ര രീതിയിലും പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അക്കൂട്ടത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പാകിസ്ഥാന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പിടിച്ചു നിൽക്കാൻ വീമ്പ് പറച്ചിലും വെല്ലുവിളിയുമായി പാക് നേതാക്കന്മാർ രംഗത്തെത്തുന്നത്. സമ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജ ആസിഫ് ഇന്ത്യക്കെതിരെ പ്രകോപന പരാമർശം നടത്തിയത്. ചെനാബ് നദിയിൽ വെള്ളം വല്ലാതെ കുറയുകയാണ്. സൈനിക നടപടിയിൽ ഇന്ത്യയെ കീഴടക്കിയതുപോലെ ജലയുദ്ധത്തിലും കീഴടക്കുമെന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. പാക് സൈനിക നടപടിയിലുണ്ടായ തിരിച്ചടി ഇന്ത്യക്ക് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു. എന്നാൽ സൈനിക നടപടിയിൽ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. പാകിസ്ഥാന്റെ വ്യോമകേന്ദ്രങ്ങൾ, ഭീകരകേന്ദ്രങ്ങൾ എന്നിവ തകർന്നതിന്റെ വീഡിയോകളും സാറ്റലൈറ്റ് ഇമേജുകളും ലോകം മുഴുവൻ കണ്ടും വായിച്ചും അറിയുമ്പോഴാണ് ഖ്വാജ ആസിഫിന്റെ വീമ്പ്. എന്തായാലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഇന്ത്യ ചെനാബ് നദിയിലെ ഒഴുക്ക് ഗണ്യമായി കുറച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് വെള്ളം എത്താതാവുന്നതോടെ പ്രധാനമായും കൃഷിയെ ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാകും. കാര്യങ്ങൾ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചെന്ന വ്യാജ നരേറ്റീവ് സൃഷ്ടിച്ച് അധികാരത്തിൽ പിടിച്ചു നിൽക്കാനാണ് പാക് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 11 മണിക്കായിരുന്നു ക്ഷേത്ര ദർശനം. ക്ഷേത്രത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലും പരിസരത്തും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം BJP കാര്യകർത്താക്കളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. BJP എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്ന വേദിയിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്ത കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. രാഹുൽ ഗാന്ധിയുടെ അവകാശവാദങ്ങൾ പരിഹാസ്യമാണ്. ജനാധിപത്യ പ്രക്രിയയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും കുറിച്ച് രാഹുൽ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ നിരസിച്ചതിന്റെ തെളിവാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ദേവേന്ദ്ര ഫഡ്നാവിസ് കുറ്റപ്പെടുത്തി. യുവേഫ നേഷൻസ് ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. കലാശപ്പോരിൽ സ്പെയിൻ പോർച്ചുഗലിനെ നേരിടും. രാത്രി 12:30 മത്സരം. സെമി ഫൈനലിൽ ഫ്രാൻസിനെ മറികടന്നാണ് സ്പെയിൻ ഫൈനലിൽ എത്തിയത്. അതേസമയം ജർമ്മനിയെ കീഴടക്കിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ അവസാന അങ്കത്തിന് യോഗ്യത നേടിയത്. 3ാം സ്ഥാനക്കാരെ കണ്ടെത്താനുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ജർമ്മനിയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 ലൂസേഴ്സ് ഫൈനൽ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.